ഞാനിപ്പോൾ ഉള്ളത് കടമക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ചേട്ടന് കടമക്കുടിനെ കുറിച്ച് ചെറുതായിട്ട് ഒരു വിവരണം നമുക്ക് തരുന്നുണ്ട്. അപ്പം ചേട്ടൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് മിസ്റ്റർ മിഖായൽ. മിസ്റ്റർ മിഖായൽ. ഓക്കെ. ചേട്ടൻ്റെ നാട് ഇവിടെ തന്നെ? ചേന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചേട്ടനാണ്. ചേട്ടൻ നമുക്ക് ഈ കടമക്കുടിനെ കുറിച്ച് ചെറിയൊരു വിവരണം തരാൻ പോവാണ്. പറഞ്ഞു ചേട്ടാ. കടമക്കുടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കടമക്കുടി 2 കടമക്കുടിയുണ്ട്. ഒരു വലിയ കടമക്കുടിയും ഒരു ചെറിയ കടമക്കുടി. ചെറിയ കടമക്കുടിയിൽ നമുക്ക് പോകണമെങ്കിൽ ഈ വലിയ കടമക്കുടിയിൽ നിന്ന് തോണി യാത്ര അല്ലെങ്കിൽ ബോട്ട് യാത്രയ്ക്ക് ഒരു 3/4 മണിക്കൂർ ഏകദേശം വേണ്ടി വരും. സമയം ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം. പിന്നെ കടമക്കുടി എന്നുദ്ദേശിക്കുന്നത് നല്ല മത്സ്യബന്ധന കേന്ദ്രം, മത്സ്യം പിടിക്കുന്ന സ്ഥലമാണ്. ഒത്തിരി ആൾക്കാർ, ഒത്തിരി ജനങ്ങൾ, ഈ ഭാഗത്തെ ജനങ്ങളൊക്കെ ഈ കടമക്കുടി കൊണ്ട് മത്സ്യബന്ധനം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് കടമക്കുടി. വർഷങ്ങൾക്ക് മുൻപ് കടമക്കുടി എന്ന് പറഞ്ഞാൽ കടമക്കുടിയല്ല, അതിൻ്റെ ശരിക്കുള്ള ഒരു പേര് കടന്നാൽക്കുടി എന്നായിരുന്നു. കടന്നാൽക്കുടി. അതിന് കാരണം പറയുന്നത് ആ കടമക്കുടി ഇപ്പോൾ അറിയപ്പെടുന്ന കടമക്കുടി എന്ന ദേശത്ത് 1972 ഏകദേശം എൻ്റെ അറിവിൽ 72 ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വലിയൊരു മാർഗം ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അന്ന് കടന്നാൽക്കുടി എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ന് ഒരു ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, മീൻ പിടിക്കാൻ സൗകര്യം. അതുപോലെ ഈ റോഡിൻ്റെ ഭാഗത്തൊക്കെ ഒത്തിരി പെട്ടിക്കടകളും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ശ്വാസത്തിന് നല്ല വായു ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. കമ്പനി പോകുകയോ അതുപോലെ വണ്ടി പോകുകയൊന്നും ഇല്ലാത്ത സ്ഥലം. അതുകൊണ്ടാണ് ഈ ശുദ്ധവായു. അതുകൊണ്ടാണ് ഈ ജനങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നും പോയൊക്കെ ദിവസവും ദിനംപ്രതി ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇവിടുത്തെ അടുത്തൊരു ആളാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അടുത്ത് ചേന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ താമസം. ഞാൻ ദിവസം ഇവിടെ വരുന്ന ആളാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, ചേട്ടൻ എന്തായാലും യൂട്യൂബിൽ കാണാം, ഞാനിത് വിവരണം കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 കുട്ടികളെ ചേട്ടൻ വിളിക്കുക.